ഗുഡ് ആഫ്റ്റർനൂൺ ഓൾ. നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കുന്നത് മാസ് സ്പെക്ട്രോസ്കോപ്പിയെക്കുറിച്ചാണ്. അപ്പം മാസ് സ്പെക്ട്രോസ്കോപ്പി എന്ന് പറയുന്നത് നമ്മൾ ഏതെങ്കിലും ഒരു കോമ്പൗണ്ടിൻ്റെ മോളിക്കുലാർ മാസ് ഡിറ്റർമിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു സ്പെക്ട്രോസ്കോപ്പിക് ടെക്നിക്കാണ് മാസ് സ്പെക്ട്രോസ്കോപ്പി എന്ന് പറയുന്നത്. ദറ്റ് ഈസ് നമുക്ക് ഒരു അൺനോൺ ആയിട്ടുള്ള ഒരു കോമ്പൗണ്ട് ഉണ്ട്. അപ്പോൾ അതിൻ്റെ മോളിക്കുലാർ സ്ട്രക്ചർ അല്ലെങ്കിൽ അതിൻ്റെ കോമ്പോസിഷൻ നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യണം. അതിന് വേണ്ടിയിട്ട് ആദ്യം നമ്മൾ എന്ത് ചെയ്യും, അതിൻ്റെ മോളിക്കുലാർ മാസ് എത്രയെന്ന് ഐഡൻറ്റിഫൈ ചെയ്യും. അതിൽ നിന്നും നമുക്കതിൻ്റെ സ്ട്രക്ചർ ഇന്ന സ്ട്രക്ചേഴ്സ് അത് ചേർന്നിട്ടാണ് ഈ മോളിക്യൂൾ ഉണ്ടായിരിക്കുന്നതെന്ന് നമുക്ക് കണ്ടെത്താൻ അനലൈസ് ചെയ്ത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു സ്പെക്ട്രോസ്കോപ്പിക് ടെക്നിക്കാണ് മാസ് സ്പെക്ട്രോസ്കോപ്പി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം മോളിക്കുലാർ ഐഡൻറ്റിഫിക്കേഷൻ എങ്ങനെയാണ് ഐഡൻറ്റിഫൈ ചെയ്യുന്നത്? യൂസിങ് ദ മോളിക്കുലാർ മാസ്. അതിൻ്റെ മോളിക്കുലാർ മാസിൽ നിന്ന് മോളിക്കുലാർ ഐഡൻറ്റിഫിക്കേഷന് വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു സ്പെക്ട്രോസ്കോപ്പിക് ടെക്നിക്കാണ് മാസ് സ്പെക്ട്രോസ്കോപ്പി എന്ന് പറയുന്നത്. ഓക്കെ, ഇതിനകത്ത് നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏത് മോളിക്യൂളിൻ്റെ അല്ലെങ്കിൽ കോമ്പൗണ്ടിൻ്റെ മോളിക്കുലാർ മാസ് ആണോ കണ്ടുപിടിക്കേണ്ടത്, അല്ലെങ്കിൽ അതിൻ്റെ എലമെൻ്റൽ കോമ്പോസിഷൻ ആണോ കണ്ടുപിടിക്കേണ്ടത്, അതിനെ നമ്മൾ ആ ഇൻസ്ട്രുമെൻറ്റിൻ്റെ ചേംബറിൽ വെച്ചിട്ട് ആ മോളിക്യൂളിലേക്ക് ഇലക്ട്രോൺ ബീം, ഹൈലി എനർജറ്റിക് ആയിട്ടുള്ള ഇലക്ട്രോൺ ബീം പതിപ്പിക്കുമ്പം ഈ ഇലക്ട്രോൺ ബീം വന്ന് വീഴുമ്പോൾ, ഇലക്ട്രോൺ ബീമിൻ്റെ പ്രത്യേകത എന്താണ്? ഹൈലി എനർജറ്റിക് ആണ്. അപ്പോൾ അത് ഈ മോളിക്യൂളിൽ വന്ന് വീഴുമ്പോൾ മോളിക്യൂൾ എന്ത് ചെയ്യും? പൊട്ടിത്തെറിക്കുമ്പോൾ മോളിക്യൂളിൽ വന്ന് വീഴുമ്പോൾ ഈ മോളിക്യൂൾ ഇലക്ട്രോണുമായിട്ട് ഇൻട്രാക്ട് ചെയ്ത് അതിനകത്തുള്ള ഇൻട്രാക്ഷൻ്റെ ഫലമായിട്ട് ഈ മോളിക്യൂളിനകത്തുനിന്നും ഒരു ഇലക്ട്രോൺ എന്ത് ചെയ്യും? പുറത്തേക്ക് പോകും. ഓക്കെ, ഒരു ഇലക്ട്രോൺ പുറത്തേക്ക് പോകും. ദാറ്റ് ഈസ് ഈ മോളിക്യൂൾ എന്തായിട്ട് മാറും? അയണൈസ്ഡ് ആയിട്ട് മാറും. ഓക്കെ, അയണൈസ്ഡ് ആയിട്ട് മാറും. ഈ അയണൈസ്ഡ് ആയിട്ടുള്ള മോളിക്യൂൾ ഹൈലി അൺസ്റ്റേബിൾ ആണ്. സോ അൺസ്റ്റേബിൾ ആയത് കാരണം ഇതെന്ത് ചെയ്യും? അത് പൊട്ടിത്തെറിക്കും. എപ്പോൾ വേണമെങ്കിലും പൊട്ടിത്തെറിക്കാവുന്ന ഒരു സ്റ്റേജിലിരിക്കുമ്പോൾ അതെന്ത് ചെയ്യും? ആ എനർജി കൊണ്ട് അത് പൊട്ടിത്തെറിച്ച് ചെറിയ ചെറിയ ഫ്രാഗ്മെൻറ്റ്സ് ആയിട്ട് മാറും. ഈ ഫ്രാഗ്മെൻറ്റ്സിനകത്തുനിന്നും ഈ ഫ്രാഗ്മെൻറ്റ്സ് ഒറ്റ ഫ്രാഗ്മെൻ്റ് അല്ല, പലതരത്തിലുള്ള ഫ്രാഗ്മെൻറ്റ്സ് ആയിട്ട് മാറും. ചിലത് പോസിറ്റീവായിട്ടായിരിക്കും മാറുന്നത്, ചിലത് നെഗറ്റീവ് അയോൺസ് ആയിരിക്കും, അല്ലെങ്കിൽ ന്യൂട്രൽ മോളിക്യൂൾസ് ആയിട്ടും ഫ്രാഗ്മെൻറ്റ്സ് ആകും. ഓക്കെ, അപ്പം നമ്മുടെ കയ്യിൽ എക്സ് എന്ന് പറയുന്ന ഒരു മോളിക്യൂളുണ്ട്. ഇതിൻ്റെ മോളിക്കുലാർ സ്ട്രക്ചർ നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യണം, അല്ലെങ്കിൽ അതിൻ്റെ മോളിക്കുലാർ മാസ് എത്രയാണെന്ന് കണ്ടുപിടിക്കണം. അപ്പോൾ എക്സ് എന്ന് പറയുന്ന മോളിക്യൂള് നമ്മൾ എന്ത് ചെയ്യും? ആ മോളിക്യൂളിനെ അതിൻ്റെ വേപ്പർ സ്റ്റേറ്റിൽ, അതിൻ്റെ ഗേഷ്യസ് സ്റ്റേറ്റിലേക്ക് കൺവേർട്ട് ചെയ്തതിന് ശേഷം അതിലേക്ക് ഇലക്ട്രോൺ ബീം കടത്തിവിടുമ്പോൾ ഈ ഇലക്ട്രോൺ ബീം ഇതുമായിട്ട് ഇൻട്രാക്ട് ചെയ്യുമ്പോൾ ഇലക്ട്രോൺ ബീം വെച്ച് ഇടിപ്പിക്കുമ്പോൾ എന്ത് സംഭവിക്കും? ഈ അതിൻ്റെ ഇലക്ട്രോൺ പുറത്തേക്ക് പോവുകയും മോളിക്കുലാർ അയോണായി മാറുകയും ചെയ്യും. ഓക്കെ, എന്തായിട്ട് മാറും? മോളിക്കുലാർ അയോൺസ് ആയിട്ട് മാറും. ഈ മോളിക്കുലാർ അയോൺസ് ഹൈലി എനർജറ്റിക് ആണ്. എന്താണ്? അൺസ്റ്റേബിൾ ആണ്. ഹൈലി അൺസ്റ്റേബിൾ സ്റ്റേറ്റിലാണ് ഇരിക്കുന്നത്. സോ ഇറ്റ് വിൽ ബ്രേക്ക് ഡൗൺ ഇൻ ടു മെനി ഫ്രാഗ്മെൻറ്റ്സ്. അത് കുറേ ഫ്രാഗ്മെൻറ്റ്സുകളായിട്ട് ബ്രേക്ക് ഡൗൺ ചെയ്യും. ഈ ഫ്രാഗ്മെൻറ്റ്സ് എന്ന് പറയുന്നതിനകത്ത് പോസിറ്റീവ് അയോൺസ് കാണും, നെഗറ്റീവ് അയോൺസ് കാണും, ന്യൂട്രൽ മോളിക്യൂൾസ് കാണും. നമുക്ക് മാസ് സ്പെക്ട്രോസ്കോപ്പി ഉപയോഗിച്ച് പോസിറ്റീവ് അയോൺസിനെ മാത്രമേ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുകയുള്ളൂ. അപ്പോൾ മാസ് സ്പെക്ട്രോസ്കോപ്പിയിൽ ഇതിലുള്ള പോസിറ്റീവ് അയോൺസിനെ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ? ഐഡൻറ്റിഫൈ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് പോസിറ്റീവ് അയോൺസിൻ്റെ M/E റേഷ്യോ കണ്ടുപിടിക്കും. എന്ത് കണ്ടുപിടിക്കും? M/E റേഷ്യോ നമ്മൾ കണ്ടുപിടിക്കും. പോസിറ്റീവ് അയോൺസിൻ്റെ M/E റേഷ്യോ കണ്ടുപിടിക്കും. M എന്ന് പറഞ്ഞാൽ എന്താണ്? മോളിക്കുലാർ മാസ് ഓഫ് ദി മോളിക്കുലാർ അയോൺ ആൻഡ് E ഈസ് ദ ചാർജ്. ഓക്കെ, E ഈസ് ദ ചാർജ്. അപ്പം അത് നമുക്ക് പലതരത്തിൽ കണ്ടുപിടിക്കാൻ പറ്റും. നമുക്ക് മാസ് സ്പെക്ട്രം ഉപയോഗിക്കുന്നത് പ്രധാനമായും 2 രീതിയിലാണ്. ടു പ്രൂവ് the identity of two compounds to establish the structure of a new compound. നമ്മളിപ്പം എക്സ്പെരിമെൻറ്റ് ചെയ്തപ്പോൾ ഒരു പുതിയ കോമ്പൗണ്ട് ഉണ്ടായി, അതിൻ്റെ സ്ട്രക്ചർ എന്താണ് എന്ന് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കും. അല്ലെങ്കിൽ ഐഡൻറ്റിഫൈ 2 കോമ്പൗണ്ട്സ്, 2 കോമ്പൗണ്ട്സിനെ ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ഉപയോഗിക്കും? മാസ് സ്പെക്ട്രം ഉപയോഗിക്കും. ഓക്കെ, അപ്പം ഇതാണ് അതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന വർക്കിംഗ് കാര്യം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം നമുക്ക് കണ്ടുപിടിക്കാനുള്ള സാമ്പിളിനകത്തേക്ക് ഇലക്ട്രോൺ ബീം ബൊമ്പാർഡ് ചെയ്യുമ്പം അതിനകത്തുനിന്ന് ഒരു ഇലക്ട്രോൺ പുറത്തേക്ക് പോകും. സോ ഇറ്റ് വിൽ ഗെറ്റ് അയണൈസ്ഡ്. അത് അയണൈസ്ഡ് സ്റ്റേറ്റിലേക്ക് വരും. അപ്പോൾ ഈ അയണൈസ്ഡ് ആയിട്ടുള്ള മോളിക്കുലാർ അയോൺസ് അപ്പോൾ എന്ത് ചെയ്യും? ഒരു പുതിയ മോളിക്കുലാർ അയോൺ ഫോം ചെയ്യും. ഈ മോളിക്കുലാർ അയോൺ എന്ത് ചെയ്യും? ഹൈലി അൺസ്റ്റേബിൾ സ്റ്റേറ്റിലിരിക്കുകയാണ്. സോ ഇറ്റ് വിൽ ബ്രേക്ക് ഡൗൺ ഇൻ ടു സ്മാളർ പീസസ്, അല്ലെങ്കിൽ സ്മോൾ ഫ്രാഗ്മെൻറ്റ്സ്. ഈ ഫ്രാഗ്മെൻറ്റ്സിനെ നമ്മൾ ഡോട്ടർ അയോൺസ് എന്നും വിളിക്കും. മോളിക്കുലാർ അയോണിനെ, അൺസ്റ്റേബിൾ സ്റ്റേറ്റിലിരിക്കുന്ന മോളിക്കുലാർ അയോണിനെ പേരൻ്റ് അയോൺ എന്ന് വിളിക്കും.
ഓക്കെ, പേരൻ്റ് അയോൺ എന്ന് വിളിക്കും. അത് ബ്രേക്ക് ഡൗൺ ചെയ്ത് കുഞ്ഞു കുഞ്ഞു ഫ്രാഗ്മെൻറ്റ്സ് ആയിട്ട് മാറും. ഈ കുഞ്ഞു കുഞ്ഞു ഫ്രാഗ്മെൻറ്റ്സ് ഓരോന്നിനും ഓരോ സ്ട്രക്ചർ ആയിരിക്കും ഉണ്ടായിരിക്കുക, സെയിം ആയിരിക്കുകയില്ല. ഓക്കെ, അപ്പം ഈ ഓരോ കുഞ്ഞു കുഞ്ഞു സ്ട്രക്ചേഴ്സിനും എന്തായിരിക്കും ചിൻ്റെയും എന്ത് കണ്ടുപിടിക്കണം, പോസിറ്റീവ് അയോൺസിൻ്റെ കുഞ്ഞു കുഞ്ഞു കഷ്ണങ്ങളായിട്ട് മാറുമ്പോൾ അത് പോസിറ്റീവ് അയോൺ ആകാം, നെഗറ്റീവ് അയോൺ ആകാം, ന്യൂട്രൽ മോളിക്യൂൾസ് ആകാം. അതിൽ മാസ് സ്പെക്ട്രോസ്കോപ്പി ഉപയോഗിച്ച് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യുന്നത് പോസിറ്റീവ് അയോൺസിനെ മാത്രമാണ്. ഈ പോസിറ്റീവ് അയോൺസിനെ ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് ആദ്യം നമ്മൾ അതിൻ്റെ M/E റേഷ്യോ കണ്ടുപിടിക്കും. എന്ത് കണ്ടുപിടിക്കും? M/E റേഷ്യോ കണ്ടുപിടിച്ചിട്ട് അതിനകത്തുനിന്നും ആ ഒരു വാല്യൂ ഉണ്ട്, ഓരോ എലമെൻറ്റിനും കറസ്പോണ്ടിങ് ആയിട്ട് ഓരോ വാല്യൂസ് ഉണ്ട്. ആ വാല്യൂസിന് കറസ്പോണ്ടിങ് നമുക്ക് M/E റേഷ്യോ ഒരു പർട്ടിക്കുലർ വാല്യൂ കിട്ടിക്കഴിഞ്ഞാൽ അത് ഇന്ന സ്ട്രക്ചർ ആണെന്ന് നമുക്ക് പറയാൻ സാധിക്കും. ഓക്കെ, ഇങ്ങനെയാണ് മോളിക്യൂൾസിനെ മാസ് സ്പെക്ട്രോസ്കോപ്പി വെച്ച് ഐഡൻറ്റിഫൈ ചെയ്യുന്നത്. ഓക്കെ, അപ്പം നമ്മൾ ആൾറെഡി പറഞ്ഞു കഴിഞ്ഞു, നമ്മൾ നമുക്ക് ഏത് സാമ്പിളിൻ്റെ ആണോ മാസ് സ്പെക്ട്രോസ്കോപ്പി അല്ലെങ്കിൽ മോളിക്കുലാർ മാസ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്, അതിന് നമ്മളൊരു ചേമ്പറിൽ വേപ്പർ സ്റ്റേറ്റിൽ വെക്കും. നമ്മൾ മോളിക്കുലാർ സ്പെക്ട്രോസ്കോപ്പിയിൽ സാമ്പിൾ എപ്പോഴും വേപ്പർ സ്റ്റേറ്റിലായിരിക്കണം. ഓക്കെ, അപ്പം വേപ്പർ സ്റ്റേറ്റിലേക്ക് കൺവേർട്ട് ചെയ്യും. അതിന് നമ്മൾ ഹീറ്റ് ചെയ്താൽ മതി. ആ മെറ്റീരിയലിന് ഒരു തെർമൽ ഹീറ്റിംഗ് കൊടുക്കുമ്പോഴത്തേന് അതെന്ത് ചെയ്യും, ഗേഷ്യസ് സ്റ്റേറ്റിലേക്ക് മാറും. അപ്പം ഗേഷ്യസ് സ്റ്റേറ്റിൽ അല്ലെങ്കിൽ വേപ്പർ സ്റ്റേറ്റിൽ ഇരിക്കുന്ന മോളിക്യൂൾസിലേക്ക് നമ്മൾ ഒരു 70 ഇലക്ട്രോൺ വോൾട്ട് ഇലക്ട്രോൺ ബീമാണ് എന്ത് ചെയ്യുന്നത്, പതിപ്പിക്കുന്നത്. ഇലക്ട്രോൺ വോൾട്ടാണ് ബൊമ്പാർഡ് ചെയ്യിപ്പിക്കുന്നത്. ഈ 70 ഇലക്ട്രോൺ വോൾട്ടിൻ്റെ ആവശ്യമൊന്നും ഇല്ല. ഒരു മോളിക്യൂളിൽ നിന്നും ഒരു ഇലക്ട്രോണിനെ തെറിപ്പിക്കണം, എന്നാൽ മാത്രമേ അതെന്തായിട്ട് മാറ്റത്തുള്ളൂ, അത് അയോൺ സ്റ്റേറ്റിലേക്ക് വരുത്തുള്ളൂ. അപ്പോൾ അതിനകത്തുനിന്ന് ഒരു ഇലക്ട്രോൺ പുറത്തേക്ക് പോകണം. ഇലക്ട്രോൺ വെച്ച് ബൊമ്പാർഡ് ചെയ്യിക്കുമ്പോൾ ഒരു ഇലക്ട്രോൺ പുറത്തേക്ക് പോകും. പുറത്തേക്ക് പോകുന്നതിന് നമുക്കൊരു 10 ഇലക്ട്രോൺ വോൾട്ട് എനർജി മതി. അപ്പം ഒരു മോളിക്യൂളിൽ നിന്ന് ഒരു ഇലക്ട്രോണിനെ നമുക്ക് പുറത്തേക്ക് തെറിപ്പിക്കാൻ 10 ഇലക്ട്രോൺ വോൾട്ട് മതി. ബാക്കി വരുന്ന 60 ഇലക്ട്രോൺ വോൾട്ട് എനർജിയും ആ മോളിക്കുലാർ അയോൺ എന്ത് ചെയ്യും, അബ്സോർബ് ചെയ്യും. അപ്പോൾ മോളിക്കുലാർ അയോൺ അബ്സോർബ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും, ഇത് മോളിക്കുലാർ അയോൺ ഹൈലി അൺസ്റ്റേബിൾ സ്റ്റേറ്റിൽ ഇരിക്കുകയാണെന്ന് നമുക്ക് പറയാൻ സാധിക്കും. ദാറ്റ് ഈസ് ഇറ്റ് മേ ബ്രേക്ക് ഡൗൺ ഇൻ ടു സ്മാളർ ഫ്രാഗ്മെൻറ്റ്സ് അറ്റ് എനി ടൈം. ഏത് സമയത്ത് വേണമെങ്കിലും എന്ത് ചെയ്യാം, അത് സ്മാളർ ഫ്രാഗ്മെൻറ്റ്സ് ആയിട്ട് ബ്രേക്ക് ഡൗൺ ചെയ്യാം. ഓക്കെ, അപ്പം നമുക്കതിന് സ്മാളർ ഫ്രാഗ്മെൻറ്റ്സ് ആയിട്ട് ബ്രേക്ക് ഡൗൺ ചെയ്യാം. ഈ സ്മാളർ ഫ്രാഗ്മെൻറ്റ്സിനകത്ത് പോസിറ്റീവ് അയോൺസ് കാണും, നെഗറ്റീവ് അയോൺസ് കാണും, ന്യൂട്രൽ അയോൺസ് കാണും. ഓക്കെ, ഇതിൽ പോസിറ്റീവ് അയോൺസിനെ എന്ത് ചെയ്യും, നമ്മളൊരു അവിടെ ഒരു ഇലക്ട്രിക് ഫീൽഡ് ക്രിയേറ്റ് ചെയ്യും. ഒരു പോസിറ്റീവ് ഇലക്ട്രിക് ഫീൽഡ് കൊടുക്കുമ്പോൾ എന്ത് ചെയ്യും, ഈ പോസിറ്റീവ് അയോൺസ് എന്ത് ചെയ്യും, ഗെറ്റ് ആക്സിലറേറ്റഡ്. അവിടെ ഒരു ഇലക്ട്രിക് ഫീൽഡ് സപ്ലൈ ചെയ്യുമ്പോഴത്തേന് ആ ഇലക്ട്രോൺസ് എന്ത് ചെയ്യും, ആക്സിലറേറ്റ് ചെയ്ത് അത് പുറത്തേക്ക് വരും. ഈ ആക്സിലറേറ്റഡ് ഇലക്ട്രോൺസിനെ നമ്മളൊരു മാഗ്നറ്റിക് ഫീൽഡിൽ കൂടെ കടത്തി വിട്ട് അതിനെ കളക്ടറിൽ എത്തിക്കും. ഓക്കെ, കളക്ടറിൽ എത്തിക്കും. ഈ കളക്ടറിൽ എന്താണ്, നമുക്ക് ഈ വരുന്ന പോസിറ്റീവ് അയോൺസ് ആണ് അല്ലേ വരുന്നത്. അപ്പോൾ ഈ പോസിറ്റീവ് അയോൺസ് കളക്ടറിൽ വന്ന് എന്ത് ചെയ്യും, അത് പോസിറ്റീവ് അയോൺസ് ആകുമ്പോൾ അതിന് ചുറ്റും ഒരു ഇലക്ട്രിക് പൾസസ് ഉണ്ടായിരിക്കും. അത് വിൽ പ്രൊഡ്യൂസ് ഇലക്ട്രിക് പൾസസ്. കളക്ടറിൽ എത്തിച്ചേരുന്ന ഇലക്ട്രിക് പൾസസിനെ ആംപ്ലിഫയർ ഉപയോഗിച്ച് ആംപ്ലിഫൈ ചെയ്ത് നമ്മൾ റെക്കോർഡറിൽ സ്പെക്ട്രം വരും, റെക്കോർഡറിലേക്ക് വിടും. ആ ആംപ്ലിഫൈ ചെയ്ത സിഗ്നലിനെ നമ്മൾ റെക്കോർഡറിലേക്ക് വിടും. അപ്പം നമുക്ക് അവിടുന്ന് ഓരോ മാസിന് കറസ്പോണ്ടിങ് ആയിട്ടും ഓരോ പീക്കുകൾ കിട്ടും. ഇതാണ് മാസ് സ്പെക്ട്രോസ്കോപ്പി എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമുക്കതിൻ്റെ ഇതിൻ്റെ തിയറി ഭാഗമാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പം നമ്മുടെ കയ്യിൽ നമ്മുടെ കയ്യിൽ എം എന്ന് പറയുന്ന ഒരു മോളിക്യൂളുണ്ട്. അതിലേക്ക് നമ്മൾ ഇലക്ട്രോൺ വെച്ച് ബൊമ്പാർഡ് ചെയ്യുന്നു. സോ അതിനകത്തുനിന്ന് ഒരു ഇലക്ട്രോൺ പുറത്തേക്ക് പോയി അത് പോസിറ്റീവ് അയോൺസ് ആയിട്ട് മാറുന്നു. പ്ലസ് അപ്പം ഇതിനകത്തുനിന്ന് ഒരു ഇലക്ട്രോൺ പോയി ഈ ഒരു ഇലക്ട്രോൺ ഉണ്ട് അല്ലേ, 2 ഇലക്ട്രോൺസ് പുറത്തേക്ക് പോകും. ഓക്കെ, ഈ M+ എന്ന് പറയുന്നതാണ് എന്തെന്ന് പറയുന്നത്, മോളിക്കുലാർ അയോൺ എന്ന് പറയുന്നത്. ഇത് പോസിറ്റീവ് അയോൺസ് ആണ്. അപ്പം മാസ് സ്പെക്ട്രോസ്കോപ്പിയിൽ പോസിറ്റീവ് അയോൺസിൻ്റെ മാത്രമേ നമ്മൾ ഡിറ്റക്ഷൻ നടത്തുന്നുള്ളൂ. ഈ പോസിറ്റീവ് അയോൺസിനെ നമ്മൾ എന്ത് ചെയ്യുമെന്നറിയാവോ, അതിൻ്റെ ചേമ്പറിൽ നമ്മൾ ഇലക്ട്രിക് ഫീൽഡ് അപ്ലൈ ചെയ്യും. അപ്ലൈ ചെയ്യുമ്പോൾ ഇറ്റ് വിൽ ഗെറ്റ് ആക്സിലറേറ്റഡ്. ഇത് ആക്സിലറേറ്റ് ചെയ്യും. സോ ഇറ്റ് വിൽ
with a kinetic energy equal to applied the electric field ന്റെ ഫോഴ്സിന് ഈക്വൽ ആയിരിക്കും. EV is equal to half mv square. EV is equal to half mv square. അതിനകത്ത് നമുക്ക് വെലോസിറ്റി ഓഫ് ദി മൂവിങ് പോസിറ്റീവ് അയോൺസിൻ്റെ വെലോസിറ്റി എത്രയെന്ന് എഴുതാം? 2ev by m. റൂട്ട് ഓഫ് 2ev by m എന്ന് എഴുതാം. എഴുതിക്കൂടെ? റൂട്ട് ഓഫ് 2ev by m. ഇവിടെ എല്ലാ പാർട്ടിക്കിൾസിനും സെയിം കൈനറ്റിക് എനർജി ആയിരിക്കുമോ? അല്ല. കാരണം എന്താണ്? ഓരോ പാർട്ടിക്കിളിൻ്റെ മാസ് ഡിഫറൻ്റ് ആയിരിക്കും. മാസിലുണ്ടാകുന്ന വ്യത്യാസത്തിനനുസരിച്ച് കളക്ടറിൽ എത്തിച്ചേരുന്ന ഇലക്ട്രോൺസ് വ്യത്യാസപ്പെടും. അതായത് ലൈറ്റർ മാസുള്ള പാർട്ടിക്കിൾ വേഗം എത്തിച്ചേരുകയും ഹെവിയർ മാസുള്ള പാർട്ടിക്കിൾ സാവധാനം എത്തിച്ചേരുകയും ചെയ്യും. ഓക്കെ, അപ്പം ദ വെലോസിറ്റി വിത്ത് വിച്ച് ദ പോസിറ്റീവ് അയോൺസ് മൂവ്സ് ഈസ് ഗിവൺ ബൈ v is equal to root of 2e by m. ഓക്കെ, ഇനി നമ്മൾ ഈ ആക്സിലറേറ്റ് ചെയ്ത ഇലക്ട്രോൺസിനെ നമ്മളൊരു മാഗ്നറ്റിക് ഫീൽഡിൽ എൻട്രി എന്നൊക്കേക്ക് കയറ്റിവിടും. ഒരു മാഗ്നറ്റിക് ഫീൽഡുള്ള ഒരു റീജിയനിലേക്ക് കയറ്റിവിടുമ്പോഴത്തേന് എന്ത് ചെയ്യുമെന്ന് അറിയാം? ഈ മാഗ്നറ്റിക് ഫീൽഡിൻ്റെ പ്രസൻസിൽ v വെലോസിറ്റിയിൽ മൂവ് ചെയ്യുന്ന പോസിറ്റീവ് അയോൺസ് എന്ത് ചെയ്യും? ഇറ്റ് വിൽ ട്രേസസ് എ സർക്കുലാർ പാത്ത്. ഒരു സർക്കുലാർ പാത്തിൽ റൊട്ടേറ്റ് ചെയ്യും. നമ്മൾ മാഗ്നറ്റിക് ഇഫക്ട്സ് ഓഫ് കറണ്ട് പഠിച്ചതാണ്. അപ്പോൾ അതിനകത്ത് ഒരു മാഗ്നറ്റിക് ഫീൽഡിൽ v വെലോസിറ്റിയിൽ മൂവ് ചെയ്യുന്ന പാർട്ടിക്കിളിൽ അഫക്റ്റ് ചെയ്യുന്ന ഫോഴ്സ് എന്ന് പറയുന്നത് എത്രയായിരിക്കും? വിക്ക് പകരം BeV ആയിരിക്കും. BQV എന്നുള്ളത് ഇക്വേഷൻ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. അപ്പോൾ അതിന് ഈ ക്യൂവിന് പകരം E കൊടുക്കും. അപ്പം BeV ഈസ് ഈക്വൽ ടു എത്രയായിരിക്കും? സെൻട്രിപെറ്റൽ ഫോഴ്സ്. മാഗ്നറ്റിക് ഫീൽഡ് ദ ഫോഴ്സ് സപ്ലൈഡ് ബൈ ദ മാഗ്നറ്റിക് ഫീൽഡ് exerted by the magnetic field supplies necessary centripetal force for the particle to move along the circular pathil മൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് അത് ബാലൻസ്ഡ് ആവണമല്ലോ. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഈ മാഗ്നറ്റിക് ഫീൽഡ് കൊടുക്കുന്ന ഫോഴ്സ് എന്തിന് ഇക്വൽ ആയിരിക്കും? സെൻട്രിപെറ്റൽ ഫോഴ്സിന് ഇക്വലൻ്റ് ആയിരിക്കും. ദാറ്റ് ഈസ് mv സ്ക്വയർ ബൈ r-ന് ഇക്വലൻ്റ് ആയിരിക്കും. അതിനകത്ത് നിന്ന് നമുക്ക് r is equal to എന്തെന്ന് എഴുതാം? r is equal to mv by be. അതിനകത്ത് വിയുടെ വാല്യൂ എത്രയാണ്? റൂട്ട് ഓഫ് 2e by m. സോ നമുക്ക് അതിനകത്ത് നിന്ന് m by e is equal to, so substituting the value of v equal to root of 2e by m equal to m by be into 2e by m the whole raised to 1 by 2 അല്ലേ? is equal to നമുക്ക് എന്തെന്ന് എഴുതാം? ഇതിനകത്തുനിന്ന് m 1/2 ഇവിടെ ഒരു 1/2 വരും അല്ലേ? പിന്നെ ഈ 1/2 അത് ക്യാൻസലായി പോകും. നമുക്ക് അതിനകത്തുനിന്ന് r സ്ക്വയർ is equal to നമുക്ക് എന്തെന്ന് എഴുതാം? r സ്ക്വയർ is equal to 2v by b സ്ക്വയർ m by v എന്ന് എഴുതാം. അതിനകത്തുനിന്ന് m by e is equal to നമുക്ക് m by e റേഷ്യോ ആണ് കണ്ടുപിടിക്കേണ്ടത്. b സ്ക്വയർ r സ്ക്വയർ by 2v എന്ന് എഴുതാം. b സ്ക്വയർ r സ്ക്വയർ by 2v. അതിനകത്ത് നമുക്ക് m ഈസ് പ്രപ്പോർഷണൽ ടു r സ്ക്വയർ. ദാറ്റ് മീൻസ് r എന്ന് പറഞ്ഞാൽ എന്താണ്? റേഡിയസ് ഓഫ് ദി സർക്കുലാർ പാത്ത്. മാഗ്നറ്റിക് ഫീൽഡിലേക്ക് എൻ്റർ ചെയ്യുമ്പോൾ പാർട്ടിക്കിൾ ഫോളോ സർക്കുലാർ പാത്ത് ഫോളോ ചെയ്യും. അപ്പം മാസിന് അനുസരിച്ച് സർക്കുലാർ പാത്ത് വേരി ചെയ്യും. അതിനകത്തുനിന്ന് റേഡിയസ് ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് m എന്ന് എഴുതാം. അതായത് മാസ് കൂടുതലാണെങ്കിൽ ലാർജർ റേഡിയസിലായിരിക്കും പാർട്ടിക്കിൾ മൂവ് ചെയ്യുന്നത്. അപ്പം സാവകാശമായിരിക്കും കളക്ടറിൽ എത്തിച്ചേരുന്നത്. മാസ് കുറവാണെങ്കിൽ സ്മാളർ റേഡിയസിലായിരിക്കും പാർട്ടിക്കിൾ മൂവ് ചെയ്യുന്നത്. അപ്പോൾ എന്ത് സംഭവിക്കും? അത് വേഗത്തിൽ എത്തിച്ചേരും കളക്ടറിൽ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ മനസ്സിലായല്ലോ. ഇതാണ് തിയറി എന്ന് പറയുന്നത്. ഓക്കെ, നമുക്ക് ഇനിയൊരു എക്സാമ്പിൾ നോക്കാം. നമുക്ക് കുറച്ചും കൂടെ മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ്. എക്സാമ്പിളായിട്ട് നമുക്ക് ബ്യൂട്ടൈൻ മോളിക്യൂളിനെ എടുക്കാം. ബ്യൂട്ടൈൻ മോളിക്യൂളിലേക്ക് നമ്മൾക്ക് ഒരു 70 ഇലക്ട്രോൺ വോൾട്ട് ഇലക്ട്രോൺ ബീം ഇടിക്കുകയാണ്. ബ്യൂട്ടൈൻ ആകുമ്പോഴത്തേന് C4H10 അല്ലേ? അതിലേക്ക് ഞാൻ എന്ത് ചെയ്തു? ഒരു ഇലക്ട്രോൺ ബീം പതിപ്പിച്ചു. സോ ഇറ്റ് വിൽ ഒരു ഇലക്ട്രോൺ പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ ബാക്കി എന്ത് വരും? C4H10 റേസ് ടു നമ്മൾ ഒരു പ്ലസ്, അത് പോസിറ്റീവ് അയോൺസ് ആണ്. പിന്നെ ഒരു ഇലക്ട്രോൺ പോയി കഴിഞ്ഞാൽ അതെന്ത് ചെയ്യുക? അതൊരു റാഡിക്കൽ ഉണ്ടാകും. നമുക്കതിന് ഇത് കൊടുക്കാം. +2 ഇലക്ട്രോൺസ് പുറത്തേക്ക് പോയി. ഇതിൽ നിന്ന് ഒരു ഇലക്ട്രോൺ പോയി, ഇത് അല്ലാതെ നമ്മൾ ഇടിച്ച ഇലക്ട്രോൺ അല്ലേ? അപ്പോൾ 2e.
അപ്പോൾ ഇങ്ങനെയാണ് ഫോർമേഷൻ നടക്കുന്നത്. ഇതുപോലെ മോളിക്യൂൾസ് എടുത്ത് ഏത് മോളിക്യൂൾ എടുത്ത് ഇലക്ട്രോൺ പതിപ്പിച്ചാലും ഇലക്ട്രോൺ ബീം പതിച്ചാലും അതിനകത്ത് നിന്ന് എന്ത് ചെയ്യും, ഇലക്ട്രോൺ പുറത്തേക്ക് പോവുകയും മോളിക്കുലാർ അയൺ ഉണ്ടാവുകയും ചെയ്യും. അപ്പോൾ നമ്മൾ പഠിച്ചു ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഇതിൻ്റെ M/E കണ്ടുപിടിക്കണം അല്ലേ. M/E കണ്ടുപിടിക്കണം. ഇവിടെ M എന്ന് പറയുന്നത് മോളിക്കുലാർ മാസാണ്. അപ്പോൾ ഇവിടെ കാർബൺ 12 × 4 48, ഹൈഡ്രജൻ 1 × 10 അപ്പോൾ എത്ര വരും 58. ഇവിടുത്തെ M/E എന്ന് പറയുന്നത് 58, ചാർജ് എന്ന് പറയുന്നത് എത്രയാണ് 1 ആണ്. സോ 58 ആണ് ഇവിടുത്തെ M/E എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം നമ്മൾ പറഞ്ഞു ഇത് നമ്മളിവിടെ പതിപ്പിച്ചത് 70 ഇലക്ട്രോൺ വോൾട്ട് എനർജിയുള്ള ഇലക്ട്രോൺ ബീമാണ്. ഇതിനകത്തുനിന്ന് ഇലക്ട്രോണിനെ പുറത്തേക്ക് കളയാൻ വേണ്ടിയിട്ട് എത്ര ഇലക്ട്രോൺ വോൾട്ട് മതി, 10 ഇലക്ട്രോൺ വോൾട്ട് മതി. ബാക്കി 60 ഇലക്ട്രോൺ വോൾട്ട് എന്ത് ചെയ്യും, ഈ മോളിക്കുലാർ അയോൺ അബ്സോർബ് ചെയ്യും. സോ ഇറ്റ് ഈസ് ഇൻ എ ഹൈലി അൺസ്റ്റേബിൾ സ്റ്റേറ്റ്. സോ ഇറ്റ് വിൽ ബ്രേക്ക് ഡൗൺ ഇൻറ്റു എന്ത് ചെയ്യുക, അത് പൊട്ടിത്തെറിക്കും. അത് ഡിഫറെൻറ്റ് ഫ്രാഗ്മെൻറ്റ്സ്, ഡിഫറെൻറ്റ് സ്ട്രക്ചറുള്ള ഡിഫറെൻറ്റ് ഫ്രാഗ്മെൻറ്റ്സ് ആയിട്ട് പൊട്ടിത്തെറിക്കും. ഓക്കെ, ഓരോന്നിനും പല രീതിയിൽ പൊട്ടിത്തെറിക്കും, ഓരോന്നിനും ഓരോ സ്ട്രക്ചറായിരിക്കും ഉണ്ടായിരിക്കുന്നത്. ഓക്കെ, ഞാൻ ഈ C4H10 ഈ ഒരു ഫോമാറ്റിലേക്ക് മാറ്റി. CH3 CH2 CH2 CH3 പ്ലസ് റാഡിക്കൽ മോളിക്യൂൾസ് ആക്കി എഴുതി. ഇതിന് നമുക്കിത് ഇതെന്ന് പറയുന്നത് ഹൈലി അൺസ്റ്റേബിൾ സ്റ്റേറ്റിലിരിക്കുന്ന ഒരു മോളിക്യൂളാണ്. സോ നമുക്കിത് എന്ത് ചെയ്യാം, പൊട്ടിത്തെറിക്കുമ്പോൾ പല രീതിയിൽ പൊട്ടിത്തെറിക്കും അല്ലേ. അപ്പം ഞാൻ ആദ്യമേ ഇവിടുത്രയും ഭാഗം വെച്ചിട്ട് എഴുതുന്നു. അപ്പോൾ ഇതെന്തായിട്ട് മാറും, ഫസ്റ്റ് പോസിബിലിറ്റി എന്ന് പറയുന്നത് CH3 CH2 പ്ലസ് CH3 ഡോട്ട്. ഓക്കെ, ഇതെന്ന് പറയുന്നത് ഇങ്ങനെ വേണമെങ്കിൽ പൊട്ടിത്തെറിക്കാം. ഇത് പൊട്ടിത്തെറിക്കുമ്പോൾ ഫസ്റ്റ് പോസിബിലിറ്റി ഇങ്ങനെയാണ്. സെക്കൻഡ് കേസ് എന്ന് പറയുന്നത് CH2 ഇത് റാഡിക്കലായിട്ട് മാറും, പ്ലസ് CH3 പ്ലസ് മോളിക്യൂൾസ് ആയിട്ട് മാറും. പോസിറ്റീവ് ആയാണ് ഇതിവിടെ ആകാനും സാധ്യതയുണ്ട്. ഇനി അടുത്തൊരു പോസിബിലിറ്റി എന്ന് പറയുന്നത് എനിക്ക് പറയാൻ പറ്റും, ഇതിനകത്ത് ഇവിടെ വെച്ച് സ്പ്ലിറ്റ് ചെയ്യുന്നു. അപ്പോൾ എന്തായിട്ട് മാറും, CH3 പ്ലസ് ഇനി ഇത് രണ്ടും കൂടെ CH2 CH3 റാഡിക്കൾ, ഇങ്ങനെ വേണമെങ്കിലും ആകാം. അപ്പോൾ പല രീതിയിൽ അതെന്ത് ചെയ്യാം, ബ്രേക്ക് ഡൗൺ ചെയ്യാം. അപ്പോൾ ഓരോ കേസിൽ നമ്മൾ എന്ത് ചെയ്യണം, ഓരോ പോസിറ്റീവ് അയോൺസിൻ്റെയും ഈ M/E റേഷ്യോ കണ്ടുപിടിക്കണം. ഇതിൽ M/E റേഷ്യോ കണ്ടുപിടിക്കണം. ഈ CH3 CH2 CH2ൻ്റെ അത് എത്രയായിരിക്കും, M/E റേഷ്യോ കണ്ടുപിടിക്കുമ്പോൾ ഇത് 43 ആയിരിക്കും. ഓക്കെ, ഇനി ഇതിൻ്റെതാണെങ്കിലോ ഇവിടെ CH3 മാത്രമാണ്. CH3യുടെ മാത്രമാകുമ്പോഴത്തേന് C എത്രയാണ് 12, പിന്നെ 12 + 3 അപ്പോൾ എത്ര വരും, ഇത് 15 ആണ് അല്ലേ. ഇവിടെ പോസിറ്റീവ് ഇതാണ്. അപ്പോൾ ഇവിടെ CH3 CH2ൻ്റെതാകുമ്പോഴത്തേന് 12 + 12 24 29, ഇവിടെ 29 വരും. ഓക്കെ, അപ്പം ഇതിൻ്റെ M/E റേഷ്യോ 43, ഇവിടെ 15, ഇവിടെ 29. ഓക്കെ, അപ്പം ഇത് ഓരോ ഡൗട്ടർ അയോൺസിനും ഡിഫറെൻ്റ് ആയിട്ടുള്ള M/E റേഷ്യോ ആണ്. ഇനി ഇതെന്ന് പറയുന്നത് എന്താണ്, അൺസ്റ്റേബിൾ ആണ്. ഇത് വേണമെങ്കിലും വീണ്ടും എന്ത് ചെയ്യാം, പൊട്ടിത്തെറിക്കാം. ഇത് വീണ്ടും പൊട്ടിത്തെറിക്കുമ്പോഴത്തേന് ഹൈഡ്രജനെ പുറത്തേക്ക് വിട്ടിട്ട് എന്തായിട്ട് മാറും, ഹൈഡ്രജനെ പുറത്തേക്ക് വിട്ടിട്ട് CH2 ഡബിൾ ബോണ്ട് CH2 ആയിട്ട് മാറും, CH2+ ആയിട്ട് മാറും. അപ്പോൾ ഇതിൻ്റെ M/E റേഷ്യോ എടുക്കും പ്ലസ് H2 ആണേ. H2 പുറത്തേക്ക് പോയതാണ്. ഏതിൽ നിന്നാണ് H2 പുറത്ത് പോയത്, ഈ CH3 CH2-CH2-നകത്തുനിന്ന് ഒരു ഹൈഡ്രജൻ ആറ്റം പുറത്തേക്ക് പോകുമ്പോൾ 2 ഹൈഡ്രജൻ ആറ്റം പുറത്തേക്ക് പോകും. അപ്പോൾ 2 ഹൈഡ്രജൻ ആറ്റം പോയി കഴിഞ്ഞാൽ 43 - 2 എത്ര വരും, 41. അപ്പോൾ ഇവിടുത്തെ എന്ന് പറയുന്നത് 41 ആണ്. അതേപോലെ തന്നെ നമുക്കത് ഈ CH3 CH2-നകത്തുനിന്ന് 2 ഹൈഡ്രജൻ ആറ്റം പോയി കഴിഞ്ഞാൽ അത് 2 ഹൈഡ്രജൻ ആറ്റം പോയി കഴിഞ്ഞാൽ ബാക്കി വരുന്ന ഒരു കോമ്പൗണ്ടായിട്ട് മാറും, CH2 ഡബിൾ ബോണ്ട് CH. അപ്പോൾ അതിൻ്റെ M/E റേഷ്യോ കണ്ടുപിടിക്കണം. ഓക്കെ, അപ്പം ഓരോ എലമെൻറ്റിനും ഓരോന്നായിരിക്കും. അപ്പോൾ അതിൻ്റെ സ്പെക്ട്രം കിട്ടുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ X ആക്സസിൽ ഈ M/E റേഷ്യോയും
എക്സ് ആക്സസിൽ M/E റേഷ്യോയും വൈ ആക്സസിൽ റിലേറ്റീവ് അബണ്ടൻസുമാണ് നമ്മൾ എടുക്കുന്നത്. എക്സ് ആക്സസിൽ M/E റേഷ്യോയും വൈ ആക്സസിൽ റിലേറ്റീവ് അബണ്ടൻസും എടുത്തിട്ട് നമുക്ക് റെക്കോർഡ് ചെയ്ത് വരും. റെക്കോർഡ് ചെയ്ത് വരുമ്പോൾ നമ്മൾ ഇവിടെ ഇപ്പം പഠിച്ചില്ലേ, നാണ്ട് CH3+ വന്നു കഴിഞ്ഞാൽ 15. അപ്പോൾ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് നാണ്ട് 10നും 20നും ഇടയ്ക്ക് 15ൽ ഒരു പീക്ക് വന്നു. ഇത് എന്തിൻ്റെ പീക്കാണ്? CH3യുടെ പീക്കാണ്. അത് കണക്ക് തന്നെ അടുത്തത് എത്രയാണ്? നാണ്ട് ഇത് 29. ഇതിനകത്ത് നിന്ന് 2 ഹൈഡ്രജൻ ആറ്റം പോയി കഴിഞ്ഞാൽ അത് 27 ആണ്. ഓക്കെ, അപ്പം ഇതിൽ ഈ 29 എന്ന് കാണിച്ചിരിക്കുന്നത് ഏത് കോമ്പൗണ്ടാണ്? CH3CH2. ഓക്കെ, CH3CH2. അത് കണക്ക് തന്നെ ഇവിടെ 43 എന്ന് പറയുന്നത് ഏത് കോമ്പൗണ്ടാണ്? 43 എന്ന് പറയുന്നത് CH3CH2 എന്ന് പറയുന്ന കോമ്പൗണ്ടാണ്. ഓക്കെ, CH3CH2 എന്ന് പറയുന്ന കോമ്പൗണ്ടാണ് 43 എന്ന് പറയുന്നത്. അതേപോലെ തന്നെ ഇവിടെ 58 ഉണ്ട്. ഈ 58 എന്ന് പറയുന്നത് നമ്മുടെ പേരൻറ്റ് മോളിക്യൂളാണ്, പേരൻറ്റ് അയോണാണ്. അതായത് C4H10. ഏതാണ്? C4H10 പേരൻറ്റ്. നമുക്കറിയാം, ഇപ്പം നമ്മൾ ചേംബറിൽ എടുക്കുന്നത് ഒരു മോളിക്യൂളിനെ അല്ല, ഒരു 1000ഓളം മോളിക്യൂളിനെയാണ് എടുക്കുന്നത്. അതിലേക്കാണ് ഇലക്ട്രോൺ ബീം വന്ന് തട്ടുമ്പോൾ അത് അയണൈസ്ഡ് ആവും. അയണൈസ്ഡ് ആകുമ്പോൾ എല്ലാ അയണൈസ്ഡ് മോളിക്യൂൾസ് എന്താ ബ്രേക്ക് ഡൗൺ ചെയ്യത്തില്ല, ചിലത് ബ്രേക്ക് ഡൗൺ ചെയ്യാതിരിക്കും. ഫോർ എക്സാമ്പിൾ നമ്മളിപ്പം ഈ പഴവങ്ങാടി പോയി തേങ്ങ അടയ്ക്കുമല്ലോ, നമ്മൾ ഗണപതിക്ക് തേങ്ങ അടയ്ക്കാൻ പോകുമല്ലോ. അപ്പോൾ നമ്മൾ 100 തേങ്ങ ഉടയ്ക്കുമ്പം അതിൽ ഒരു തേങ്ങയൊക്കെ പൊട്ടാതെ കിടക്കത്തില്ലേ? നമ്മൾ ആരോഗ്യമൊക്കെ ക്ഷീണിച്ച് വരുമ്പോൾ ചിലപ്പം നമ്മൾ എറിയുമ്പോൾ തേങ്ങ പൊട്ടത്തില്ല, അത് ചെന്ന് ഇടിച്ചിട്ട് തെറിച്ച് അവിടെ കിടക്കും. അപ്പോൾ അതേപോലെ പൊട്ടാത്ത ഒരു തേങ്ങയാണ് എന്തെന്ന് പറയുന്നത്? 58 C4H10 എന്ന് പറയുന്നത്. പൊട്ടി പല കഷ്ണങ്ങളാണ്, പൊട്ടിയ തേങ്ങയുടെ പല കഷ്ണങ്ങളാണ് ഈ CH3+, CH3CH2+, CH3CH2+. അപ്പം നമ്മൾ കയ്യിലൊരു കോമ്പൗണ്ട് ഉണ്ട്. കോമ്പൗണ്ടിൻ്റെ സ്പെക്ട്രം വരച്ചപ്പം 15ൽ ഒരു പീക്ക് വന്ന്. അതിൻ്റെ അർത്ഥം എന്താണ്? ആ കോമ്പൗണ്ടിൽ CH3+ മോളിക്യൂൾസ് ഉണ്ട് എന്ന്. ഇപ്പം 43ലാണ് പീക്ക് വന്നെങ്കിൽ അതിനകത്ത് നമുക്ക് എന്തെന്ന് പറയാം? CH3CH2 എന്ന് പറയുന്നൊരു കോമ്പൗണ്ട് ഉണ്ടെന്ന്. ഇപ്പോൾ 58ലാണ് പീക്ക് വന്നെങ്കിൽ നമുക്ക് പറയാം അതൊരു ബ്യൂട്ടൈൻ്റെ മോളിക്കുലാർ അയോണാണ് എന്ന്, ബ്യൂട്ടൈൻ മോളിക്കുലാർ അയോണാണ് എന്ന് നമുക്ക് പറയാൻ സാധിക്കും. ഇങ്ങനെയാണ് മോളിക്യൂൾസിനെ മാസ് സ്പെക്ട്രോസ്കോപ്പി വെച്ചിട്ട് മോളിക്കുലാർ മാസ് വെച്ചിട്ട് ഐഡൻറ്റിഫൈ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇനി നമുക്കതിൻ്റെ തിയറിയാണ് ഇപ്പം പഠിച്ചത്. ഇനി നമുക്കതിൻ്റെ ഇൻസ്ട്രുമെൻറ്റേഷൻ ഭാഗം നോക്കാം. അപ്പം ഇൻസ്ട്രുമെൻറ്റേഷൻ, ഇത് വേപ്പറൈസ്ഡ് ആയിട്ടുള്ള സാമ്പിളാണ്. സാമ്പിളിലേക്ക് നമ്മൾ ഇലക്ട്രോൺ ബീം പതിക്കുന്നു. അപ്പം അയണൈസ്ഡ് വേപ്പറൈസ്ഡ് സാമ്പിളിൽ നമ്മൾ ഇലക്ട്രോൺ ബീം പതിക്കുമ്പോൾ എന്ത് ചെയ്യും? ഇറ്റ് ഗെറ്റ് അയണൈസ്ഡ് അല്ലേ? അതായത് ഒരു ഇലക്ട്രോൺ പുറത്തേക്ക് പോകുമ്പോൾ അത് അയണൈസ്ഡ് സ്റ്റേറ്റിലേക്ക് ആവുന്നു. ഈ അയണൈസ്ഡ് സ്റ്റേറ്റിൽ ഇവിടെ നമ്മൾ തന്നെ ഈ കാണുന്ന പ്ലേറ്റ്സ് കണ്ടോ, ഇവിടെ നമ്മൾ ഹൈ ഇലക്ട്രിക് ഫീൽഡ് അപ്ലൈ ചെയ്യുമ്പോൾ പോസിറ്റീവ് അയോൺസ് വിൽ ഗെറ്റ് ആക്സിലറേറ്റഡ്. പോസിറ്റീവ് അയോൺസ് ആക്സിലറേറ്റ് ചെയ്യും. അപ്പം ഈ ആക്സിലറേറ്റ് ചെയ്ത ഇലക്ട്രോൺസ് ഇവിടെ ഒരു D എന്ന് പറയുന്നൊരു സ്ലിറ്റ് ഉണ്ട്, ആ സ്ലിറ്റ് വഴി ഇങ്ങനെ പോവും. അപ്പോൾ ഇവിടെ നമ്മൾ ഒരു ഇലക്ട്രിക് ഫീൽഡ് അപ്ലൈ ചെയ്യുമ്പോൾ അതെന്ത് ചെയ്യും? സർക്കുലാർ പാത്തിലേക്ക് മൂവ് ചെയ്യും. സർക്കുലാർ പാത്തിൽ മൂവ് ചെയ്യുമ്പോൾ ഒരു പ്രത്യേകതയുണ്ട്. നമുക്കറിയാം മാസ് ഈസ് പ്രപ്പോർഷണൽ ടു റേഡിയസ് അല്ലേ? മാസ് ഈസ് പ്രപ്പോർഷണൽ ടു റേഡിയസ് ഓഫ് ദി സർക്കുലാർ പാത്ത്. അപ്പം മാസ് കുറവുള്ള സബ്സ്റ്റൻസ് എന്ത് ചെയ്യും? റേഡിയസ് കുറവായിരിക്കും. അത് ഇതാണ്ട് ഈ നീല ഡോട്ട്സ് കാണിക്കുന്ന അതുവഴി പോകും. അത് പെട്ടെന്ന് എന്ത് ചെയ്യും? കളക്ടറിൽ എത്തിച്ചേരും. ഇനി മാസ് കൂടിയ പാർട്ടിക്കിൾസിന് എന്ത് ചെയ്യും? അതിൻ്റെ റേഡിയസ് കൂടുതലാണ്. സോ ഇറ്റ് വിൽ ടേക്ക് ലോങ്ങർ സർക്കുലാർ പാത്ത് ആൻഡ് ഇറ്റ് റീച്ചസ് ദ കളക്ടർ വെരി സ്ലോലി. ഓക്കെ, വെരി സ്ലോലി. മാസ് അല്ലെങ്കിൽ നമുക്കറിയാം ലൈറ്റർ പാർട്ടിക്കിൾസ് മൂവ്സ് വിത്ത് ഹൈ വെലോസിറ്റി ആൻഡ് ഹെവിയർ പാർട്ടിക്കിൾസ് മൂവ്സ് വിത്ത് സ്മാളർ വെലോസിറ്റി. സോ ദേ വിൽ റീച്ച് ദ കളക്ടർ വെരി സ്ലോലി. ഓക്കെ, അപ്പം ഇവിടെ മാഗ്നറ്റിക് ഫീൽഡ് അപ്ലൈ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവിടെ നിന്ന് ഇലക്ട്രോൺസ് എവിടെ വരും? പോസിറ്റീവ് അയോൺസ് കളക്ടറിലെത്തുന്ന പോസിറ്റീവ് അയോൺസ് ആണ്. സോ ദേ വിൽ പ്രൊഡ്യൂസ് ഇലക്ട്രിക്കൽ പൾസസ്. ദീസ് ഇലക്ട്രിക്കൽ പൾസസ് ആർ ആംപ്ലിഫൈഡ് ബൈ ദി ആംപ്ലിഫയർ ആൻഡ് ഇറ്റ് ഈസ് സെൻഡ് ടു ദി റെക്കോർഡർ. ദെൻ വി വിൽ ഗെറ്റ് M/E വേഴ്സസ് റിലേറ്റീവ് അബണ്ടൻസ് ഗ്രാഫ്. ഓക്കെ, സ്പെക്ട്രം നമുക്ക് കിട്ടും. ഇതാണ് ഒരു മാസ് സ്പെക്ട്രോസ്കോപ്പിയുടെ വർക്കിംഗ് എന്ന് പറയുന്നത്.
ഓക്കെ, അപ്പോൾ ഇതൊരു മാസ് സ്പെക്ട്രോസ്കോപ്പിയുടെ ബ്ലോക്ക് ഡയഗ്രമാണ്. അതിനകത്തൊരു ഇൻലെറ്റ് സിസ്റ്റം ഉണ്ട് അല്ലേ, ഒരു ഇൻലെറ്റ് സിസ്റ്റം ഉണ്ട്. അവിടെയാണ് നമ്മൾ സാമ്പിളിനെ ഗേഷ്യസ് സ്റ്റേറ്റിലേക്ക് കൺവേർട്ട് ചെയ്യുന്നത്. ഇൻലെറ്റ് സിസ്റ്റത്തിനകത്താണ് നമ്മൾ സാമ്പിളിനെ എന്ത് ചെയ്യുന്നത്, ഗേഷ്യസ് സ്റ്റേറ്റിലേക്ക് കൺവേർട്ട് ചെയ്യുന്നത്. ഇതിനു വേണ്ടി സാമ്പിളിനെ ഹീറ്റ് ചെയ്യും. ഗേഷ്യസ് സാമ്പിളിനെ ഒരു കോൺസ്റ്റൻറ്റ് റേറ്റിൽ നമ്മൾ എങ്ങോട്ട് കടത്തിവിടും, അയോൺ സോഴ്സിലേക്ക് കടത്തിവിടും. അയണൈസേഷൻ ചേംബർ എന്ന് പറയും. അയണൈസേഷൻ ചേംബറിലേക്ക് കടത്തിവിടും. ഈ അയണൈസേഷൻ ചേംബറിനകത്ത് എന്തുണ്ട്, ആനോഡുണ്ട്. ആനോഡ് എന്ത് ചെയ്യും, അതിനകത്തൊരു ആനോഡുണ്ട്. ആ ആനോഡ് വിൽ പ്രൊഡ്യൂസ് ഇലക്ട്രോൺ ബീമിനെ പ്രൊഡ്യൂസ് ചെയ്യും. ഈ ഇലക്ട്രോൺ ബീം ഇതിനകത്തുള്ള നമ്മളിപ്പം കടത്തി വിട്ട ഗേഷ്യസ് സ്റ്റേറ്റിലുള്ള സാമ്പിളുമായിട്ട് കൊളൈഡ് ചെയ്യുന്നതിൻ്റെ ഫലമായിട്ട് എന്ത് ചെയ്യും, മോളിക്കുലാർ അയോൺസ് ഫോം ചെയ്യും. പോസിറ്റീവ് അയോൺസ്, മോളിക്കുലാർ അയോൺസ് പോസിറ്റീവ് ഉണ്ട്, നെഗറ്റീവ് ഉണ്ട്, ന്യൂട്രൽ അയോൺസ് ഉണ്ട്. ഇതിലെ പോസിറ്റീവ് അയോൺസിനെ എന്ത് ചെയ്യും, ഇലക്ട്രിക് ഫീൽഡ് നമ്മൾ അപ്ലൈ ചെയ്യുന്ന ഇലക്ട്രിക് ഫീൽഡ് ആക്സിലറേറ്റ് ചെയ്യും. ഇലക്ട്രിക് ഫീൽഡ് എന്ത് ചെയ്യും, ആക്സിലറേറ്റ് ചെയ്യും. പോസിറ്റീവ് അയോൺസിനെ ആക്സിലറേറ്റ് ചെയ്യും. ഈ പോസിറ്റീവ് അയോൺസ് മൂവ്സ് വിത്ത് എ കൈനറ്റിക് എനർജി KE is equal to ഇലക്ട്രോൺ വോൾട്ട് അല്ലേ, KE is equal to അപ്ലൈഡ് ഇലക്ട്രിക് ഫോഴ്സ് QV, that is EV. ഓക്കെ, ഹാഫ് mv² is equal to EV. ഓരോ ഇലക്ട്രോണിനും എന്താണ്, ഓരോ ഫ്രാഗ്മെൻറ്റിനും ഡിഫറെൻറ്റ് കൈനറ്റിക് എനർജിയാണ് ഉള്ളത്. ഓരോ ഫ്രാഗ്മെൻറ്റ്സിനും ഡിഫറെൻറ്റ് മാസ് ആയതുകൊണ്ട് ഡിഫറെൻറ്റ് കൈനറ്റിക് എനർജി ആയിരിക്കും. സോ എന്താണ്, ലൈറ്റർ പാർട്ടിക്കിൾസ് ആദ്യം കളക്ടറിൽ എത്തുകയും ഹെവിയർ പാർട്ടിക്കിൾ സാവധാനം എത്തുകയും ചെയ്യും. ഓക്കെ, അതാണ് ഇലക്ട്രോസ്റ്റാറ്റിക് ആക്സിലറേറ്റേഴ്സ് എന്ന് പറയുന്നത്. അടുത്തതെന്ന് പറയുന്നത് അയോൺ സെപ്പറേഷൻ അല്ലെങ്കിൽ അയോൺ സെപ്പറേറ്റർ അല്ലെങ്കിൽ അനലൈസർ എന്ന് പറയും. മാസിനനുസരിച്ച് പോസിറ്റീവ് അയോൺസിനെ സെപ്പറേറ്റ് ചെയ്യുന്ന ഭാഗമാണ് അയോൺ സെപ്പറേറ്റർ എന്ന് പറയുന്നത്. എന്താണ്, മാസിനനുസരിച്ച് പോസിറ്റീവ് അയോൺസിനെ സെപ്പറേറ്റ് ചെയ്യുന്ന ഒരു ഭാഗമാണ് അയോൺ സെപ്പറേറ്റർ എന്ന് പറയുന്നത്. സ്ലിറ്റ് വഴി പുറത്തേക്ക് വരുന്ന പോസിറ്റീവ് അയോൺസ് സ്ട്രോങ് മാഗ്നറ്റിക് ഫീൽഡുള്ള ഒരു ഇവാക്യുവേറ്റഡ് ട്യൂബിലേക്ക് എത്തിച്ചേരും. ഓക്കെ, ഇവാക്യുവേറ്റഡ് ട്യൂബിൽ എത്തിച്ചേരുന്നു. അവിടെ മാഗ്നറ്റിക് ഫീൽഡിൻ്റെ പ്രസൻസിൽ പോസിറ്റീവ് അയോൺസ് എന്ത് ചെയ്യും, മാസിനനുസരിച്ച് സെപ്പറേറ്റഡ് ആവും. കാരണം മാസ് ഈസ് പ്രപ്പോർഷണൽ ടു R² എന്ന് നമ്മൾ തിയറിയിൽ പ്രൂവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ മാസിനനുസരിച്ച് നമ്മൾ മാഗ്നറ്റിക് ഫീൽഡിൻ്റെ പ്രസൻസിൽ മാസിനെ എന്ത് ചെയ്യും, സെപ്പറേറ്റ് ചെയ്യും. മാസിനനുസരിച്ച് പോസിറ്റീവ് അയോൺസിനെ സെപ്പറേറ്റ് ചെയ്യും. ഈ സെപ്പറേറ്റ് ചെയ്ത പോസിറ്റീവ് അയോൺസിനെ നമ്മൾ എങ്ങോട്ട് വിടും, കളക്ടറിലേക്ക് വിടും. കളക്ടറിൽ ഇലക്ട്രിക് പൾസസ് ജനറേറ്റ് ചെയ്യും. ഈ ഇലക്ട്രിക് പൾസസിനെ ആംപ്ലിഫൈ ചെയ്ത് നമ്മൾ ഡിറ്റക്ടറിൽ അല്ലെങ്കിൽ റെക്കോർഡറിലേക്ക് അയക്കും. ഈ റെക്കോർഡർ എന്ത് ചെയ്യും, അതിനകത്ത് നമുക്ക് സ്പെക്ട്രം അല്ലെങ്കിൽ ഡേറ്റ സിസ്റ്റത്തിൽ നമുക്ക് റിസൾട്ട് കിട്ടും. എന്തായിരിക്കും കിട്ടുന്നത്, M/E വേഴ്സസ് എന്താണ്, റിലേറ്റീവ് അബണ്ടൻസ് ഗ്രാഫായിരിക്കും നമുക്ക് കിട്ടുന്നത്. ഇതാണ് മാസ് സ്പെക്ട്രോമീറ്റർ എന്ന് പറയുന്നത്. അപ്പം നിങ്ങൾക്ക് മാസ് സ്പെക്ട്രോസ്കോപ്പി എന്താണെന്ന് മനസ്സിലായി. ഇത് നമ്മൾ സ്പെക്ട്രോസ്കോപ്പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്നാണ് പഠിച്ചത്, ഏതെങ്കിലും മാറ്റർ ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷനുമായിട്ട് ഇൻറ്ററാക്ട് ചെയ്യും. മാറ്റർ ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷനുമായിട്ട് ഇൻറ്ററാക്ട് ചെയ്യുന്നതാണ് സ്പെക്ട്രോസ്കോപ്പി എന്ന് പറയുന്നത്. പക്ഷേ മാസ് സ്പെക്ട്രോസ്കോപ്പിയിൽ നമ്മൾ ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷൻ അല്ല ഉപയോഗിക്കുന്നത്. എന്താണ് ഉപയോഗിക്കുന്നത്, ഇലക്ട്രോൺ ബീമാണ് ഉപയോഗിക്കുന്നത് അല്ലേ. പക്ഷെ നമ്മളതിനെ സ്പെക്ട്രോസ്കോപ്പി ആണെന്നാണ് പേര് വിട്ടേക്കുന്നത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ സാധാരണ സ്പെക്ട്രോസ്കോപ്പിയിൽ നമുക്ക് മോളിക്കുലാർ സ്ട്രക്ചർ ഡിറ്റർമിൻ ചെയ്യാൻ സാധിക്കും അല്ലേ. സാധാരണ സ്പെക്ട്രോസ്കോപ്പി വെച്ച് ന്യൂക്ലിയർ NMR സ്പെക്ട്രോസ്കോപ്പി അല്ലെങ്കിൽ ESR സ്പെക്ട്രോസ്കോപ്പി ഒക്കെ ഉപയോഗിച്ച് നമുക്ക് സ്ട്രക്ചർ ഡിറ്റർമിനേഷൻ സാധിക്കും. അതുപോലെ തന്നെയാണ് മാസ് സ്പെക്ട്രോസ്കോപ്പി ഉപയോഗിച്ച് മോളിക്കുലാർ സ്ട്രക്ചർ നമുക്ക് ഡിറ്റർമിൻ ചെയ്യാൻ സാധിക്കുന്നത്. അതുകൊണ്ടാണ് ഇതിനെ സ്പെക്ട്രോസ്കോപ്പിയുടെ ബ്രാഞ്ചിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഓക്കെ, നമ്മൾ സ്പെക്ട്രോസ്കോപ്പി എന്ന് വെച്ചാൽ ഇൻട്രാക്ഷൻ ഓഫ് മാറ്റർ വിത്ത് ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷൻ ആണ്. പക്ഷേ ഇവിടെ ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷനുമായിട്ടല്ല ഇൻട്രാക്ട് ചെയ്യുന്നത്. എന്നിട്ട് കൂടി നമ്മൾ മാസ് സ്പെക്ട്രോസ്കോപ്പിയെ എന്തുകൊണ്ട് സ്പെക്ട്രോസ്കോപ്പിയുടെ കാറ്റഗറിയിൽ ഉൾപ്പെടുത്തി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിനകത്ത് ഉപയോഗിച്ച് നമുക്ക് മോളിക്കുലാർ സ്ട്രക്ചർ ഡിറ്റർമിൻ ചെയ്യാൻ സാധിക്കുന്നത് കൊണ്ടാണ് ഇതിനെ നമുക്ക് സ്പെക്ട്രോസ്കോപ്പിയുടെ ആ ഒരു കാറ്റഗറിയിൽ ഉൾപ്പെടുത്താൻ സാധിച്ചത്. അപ്പോൾ നിങ്ങൾക്ക് മാസ് സ്പെക്ട്രോസ്കോപ്പിയെക്കുറിച്ച് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.